നമ്മളിന്ന് പോകുന്നത് എടക്കൽ ഗുഹയിലേക്കാണ്. കേരളത്തിലെ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്ക് അടുത്തുള്ള പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന ഭാഗമായ അമ്പക്കുത്തിമലയിലെ രണ്ട് പ്രകൃതിജന്യമായ ഗുഹകളാണ് എടക്കൽ ഗുഹകൾ. ചെറുശിലായുഗ സംസ്കാര കാലഘട്ടത്തിലെന്ന് കരുതുന്ന ശിലാലിഖിതങ്ങൾ ഈ ഗുഹയിൽ കാണപ്പെടുന്നുണ്ട്. കേരളത്തിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന ലിഖിതങ്ങളിൽ ഒന്നാണിവ. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 4000 അടി ഉയരത്തിലുള്ള അമ്പക്കുത്തിമലയുടെ മുകളിൽ ഒരു വലിയ പാറയിൽ രൂപപ്പെട്ട ഈ വിള്ളലിൽ മുകളിൽ നിന്ന് വീണ് ഉറച്ച കൂറ്റൻ പാറയാണ്. മനുഷ്യനിർമ്മിതവും അല്ലാട്ടോ. സമുദ്രനിരപ്പിൽ നിന്നും 1200 അടി മുകളിലാണ് എടക്കൽ ഗുഹ കണ്ടെത്തിയത്. ഈ ഗുഹയ്ക്കുള്ളിൽ ചിത്രീകരിച്ചിരിക്കുന്ന ചിത്രങ്ങൾ, കൊത്തുപണികൾ ആ പ്രദേശത്തെ പുരാതന മനുഷ്യവാസികളുടെ സാന്നിധ്യം എന്നിവ സൂചിപ്പിക്കുന്നു. ഇവിടുത്തെ കൊത്തുപണികളിൽ ധാരാളമായി നമുക്ക് കാണാൻ പറ്റുന്നത് മനുഷ്യകാലങ്ങളെപ്പറ്റി, അതുപോലെ തന്നെ മൃഗങ്ങൾ, ഉപകരണങ്ങൾ, വാഹനങ്ങൾ, ദൈനംദിന സംഭവങ്ങൾ, അതുപോലെ പല രീതിയിലുള്ള ഭാഷാലിപികളും കൊത്തുപണികളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എടക്കൽ ഗുഹയെപ്പറ്റി ചെറിയ ധാരണയൊക്കെ വന്നിട്ടുണ്ടാവും അല്ലേ? അടുത്ത തവണ വയനാടിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ കാണാൻ വയ്ക്കുന്ന സ്ഥലങ്ങളിൽ എടക്കൽ ഗുഹയും കൂടി ആഡ് ചെയ്യാനായിട്ട് മറക്കണ്ട. നിങ്ങൾ കാറ് പാർക്ക് ചെയ്യുക, കുറച്ച് നടക്കാനുണ്ട്. നടന്ന് കഴിഞ്ഞിട്ട് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് പൈസ അടച്ച് ടിക്കറ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് കയറ്റം കയറാനുണ്ട്. പിന്നെ കാലുവേദന, മുട്ടുവേദന ഉള്ളവർക്കൊന്നും ഇത് കയറാൻ പറ്റില്ല. അപ്പോൾ അതുകൂടി സൂക്ഷിക്കണേ.